ഗൈസ്, ദീപക് എസ് ജി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് സ്കൂൾ ടൈം PSC ക്ലാസ് റൂമും അറിവും ബുക്കാണ്. ഈ ബുക്കിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ലക്ഷ്യ പബ്ലിക്കേഷൻസിൻ്റെയാണ് സ്കൂൾ ടൈം PSC ക്ലാസ് റൂമും അറിവും. ഇത് തന്നെ 5-6 പാർട്ടുകളിൽ ഇറക്കിയിട്ടുണ്ട്. ഓരോ പാർട്ടിലും ഓരോ ടോപ്പിക്കാണ് ഇവർ നൽകുന്നത്. ഓക്കെ, സോ ഇതിപ്പോൾ സെക്കൻഡ് പാർട്ടാണ്. ഇതിലുള്ളത് ജീവശാസ്ത്രം, ഭൗതികശാസ്ത്രം, രസതന്ത്രം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത് SCERT ടെക്സ്റ്റ് ബുക്കാണോ നല്ലത്, അതോ ഇങ്ങനത്തെ സ്കൂൾ ടൈം PSC ബുക്കാണോ നല്ലത്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ നിങ്ങൾ ഈ ചാനലിൽ പുതുതായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. PSC റിലേറ്റഡ് വീഡിയോസ് വരുന്നതായിരിക്കും. സോ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബുക്ക് സ്കൂൾ ടൈമും PSC ക്ലാസ് റൂം അറിവ് പാർട്ട് 2. ഓക്കെ, നമ്മളിപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് ആ ടോപ്പിക്കിനെ പറ്റി ഒരു ഇൻഡെപ്റ്റ് നോളജ് കിട്ടും അല്ലേ. SCERTയിൽ ഡയറക്റ്റ് നമ്മളെ ആ ടോപ്പിക്കിലോട്ടല്ല കൊണ്ടുപോകുന്നത്, ഒരു ഇൻട്രഡക്ഷൻ തന്നിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ SCERT ഉള്ളവർക്ക് SCERT വായിക്കുന്നത് തന്നെയാണ് ബെസ്റ്റ്. ഓക്കെ, എൻ്റെ കയ്യിൽ SCERT അങ്ങനെ ടെക്സ്റ്റ് ബുക്കൊന്നും ഇല്ല. ഓക്കെ, അപ്പം SCERT ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്ത ആളാണ് നിങ്ങളെങ്കിൽ ഇതുപോലൊരു ബുക്ക് വാങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം SCERT എല്ലാ ടെക്സ്റ്റ് ബുക്കും കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അല്ലാതെ ഓൺലൈനിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുമെങ്കിലും ഓൺലൈനിൽ നോക്കി വായിക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവർക്കും ഇങ്ങനത്തെ സ്കൂൾ ടൈം PSC ബുക്ക് വാങ്ങാവുന്നതാണ്. ഓക്കെ, സോ SCERT ആണോ ഇതാണോ നല്ലതെന്ന് ചോദിച്ചാൽ SCERT തന്നെയാണ് നല്ലത്. കാരണം SCERT നമ്മൾ ടോപ്പിക്കിൽ പോകുന്നതിന് മുന്നേ നമുക്ക് നല്ലൊരു ഇൻട്രഡക്ഷൻ തന്ന ആ ടോപ്പിക്കിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനത്തെ ബുക്കിൽ ഡയറക്റ്റ് ആ ടോപ്പിക്കിലോട്ട് പോകുന്നു. സോ ആ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഒരു ചാപ്റ്റർ 7 അറിവിൻ്റെ ജാലകങ്ങൾ, ഇതിൽ കണ്ണും കാഴ്ചയും. ഓക്കെ, കണ്ണും കാഴ്ചകളിൽ നമുക്ക് കാണാം ആ ടോപ്പിക്ക് ഇൻട്രഡക്ഷൻ ഒന്നുമില്ല, ഇങ്ങനെ പോയിൻ്റ് ആയിട്ടാണ് ഇതിൽ പോകുന്നത്. പക്ഷേ നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്ക് പോലെ തന്നെ പടം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പടം ഇൻക്ലൂഡ് ചെയ്ത ഒരു ബുക്ക് തന്നെയാണിത്. പക്ഷേ SCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നമുക്കൊരു കൂടുതൽ അറിവ് കിട്ടും. പക്ഷേ ഇതിലും ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻസ് ഉണ്ട്. പക്ഷേ SCERT ആയിട്ട് കമ്പയർ ചെയ്യുമ്പം SCERT തന്നെയാണ് ബെസ്റ്റ്. ഓക്കെ, പക്ഷേ SCERTയിൽ നമുക്ക് ഏത് ചാപ്റ്റർ എവിടെ നിന്ന് നോക്കണം, അങ്ങനെ ഒരു ഓർഡറും സോർട്ടിങ്ങും ഒന്നും കാണില്ല. ഇപ്പോൾ 5 മുതൽ 10 വരെ ഓരോ ചാപ്റ്ററും ഓരോ ടോപ്പിക്കായിട്ട് പറയുന്നത്. പക്ഷേ ഇതിൽ വരുമ്പോൾ ഞാനിങ്ങനെ സോർട്ട് ചെയ്താണ് പോകുന്നത്. അതിൽ ഒരു പ്ലസ് പോയിൻറ്റ് ഈ ഒരു ബുക്കിനാണ് വരുന്നത്. SCERT ടോപ്പിക്ക് സോർട്ട് ചെയ്ത് പോകുന്നതിൽ. പക്ഷേ കണ്ടൻറ് റിച്ച് ആയിട്ട് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്ന ഏതാണെന്ന് ചോദിച്ചാൽ SCERT തന്നെയാണ്. സോ SCERT ഉള്ളവർ ഇങ്ങനത്തെ ബുക്ക് വാങ്ങണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് SCERT ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ബുക്ക് വാങ്ങുന്നതായിരിക്കും നല്ലത്. ഓക്കെ, SCERT ഉള്ളവർ SCERT തന്നെ വായിക്കുക. SCERTയിലെ കണ്ടൻറ് തന്നെയാണ് ഇതിലും ഉള്ളത്. ഓക്കെ, അഥവാ നിങ്ങൾക്ക് SCERT ഉണ്ടെങ്കിലും SCERTയിൽ വായിച്ചിപ്പം പോയിൻ്റായിട്ട് മനസ്സിലാവണില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബുക്ക് വാങ്ങണതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ SCERT ഉള്ളവർക്കും ഈ സ്കൂൾ ടൈം PSC ബുക്ക് വാങ്ങാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ തന്നെ കമ്പയർ ചെയ്ത് നോക്കുക, SCERTയിലെ എല്ലാ പോയിൻറ്റ്സും ഇതിലുണ്ടോ, SCERTയെ പോലെ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, അങ്ങനെയൊക്കെ നോക്കാം. ഓക്കെ, ഏതെങ്കിലും ടോപ്പിക്ക് അങ്ങനെ നോക്കി നിങ്ങൾക്ക് ഉറപ്പ് വരുത്താവുന്നതാണ്. ഓക്കെ, സോ ഇതിൽ ആവശ്യത്തിൽ കൂടുതൽ കണ്ടൻറ് ഉണ്ട്. നല്ല ബുക്ക് തന്നെയാണ്. SCERT മൊത്തം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബയോളജി, കെമിസ്ട്രി അതൊക്കെയാണ് ഇതിലുള്ളത്. ഞാൻ ഇതുവരെ നോക്കി തുടങ്ങിയിട്ടില്ല ഈ ബുക്ക്. കണ്ടോ, പുത്തനായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ നമുക്ക് ഒരു ബുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ബുക്കാണോ അല്ലയെന്ന്. അടിപൊളി ബുക്ക് തന്നെയാണ് ലക്ഷ്യ പബ്ലിക്കേഷൻസിൻ്റെ. ഓക്കെ, പോയിൻ്റായിട്ടാണ് ഇവരിത് കൊടുക്കുന്നത്. ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും ക്ലിയർ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്, 5 മുതൽ 10 വരെ ഉള്ള. സോ ഈ ഒരു വീഡിയോ സ്പെസിഫിക്കലി SCERT ആണോ അതോ സ്കൂൾ ടൈം ലക്ഷ്യയുടെ ഈ ബുക്കാണോ മേടിക്കേണ്ടതെന്ന് ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ചെയ്തതാണ്. ഓക്കെ, സോ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടിയെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ പുതുതായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ ഫ്രം ദീപക്. ഹാവ് എ ഗ്രേറ്റ് ഡേ.